കൂട്ടുകാരെ, സത്യോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിനായക ചതുർത്ഥി കുഴക്കട്ട ഉണ്ടാക്കുന്നതാണ് വീഡിയോ ഇടുന്നത്. അതിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ കൂട്ടുണ്ടാക്കാം. 2 കപ്പ് തേങ്ങയ്ക്ക് ഞാനിപ്പോൾ പൊടി വെല്ലമാണ്, അതായത് വെല്ലം പൊടിച്ചത്, കരിമ്പ് ശർക്കരയാണ്. അത് കാരണം ഞാൻ 1/2 കപ്പ് ഇടുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെല്ലം മതിയാണ്. വെല്ലം മതിയായില്ലെങ്കിൽ കുറച്ച് വെല്ലപ്പൊടി കൂടി ആഡ് ചെയ്യാം. എനിക്കതിലേക്ക് എൻ്റെ കണക്കിൽ ഇതിലേക്ക് വെല്ലം മതിയാവുന്നുണ്ട്. ഒരു 4 ഏലക്ക കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എരിവുള്ള ഉഴുന്നിൻ്റെ ഒരു കൂട്ടും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് 2 വിധം കുഴക്കട്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഉഴുന്നിൻ്റെ ഒരു എരിവുള്ള കൂട്ടാണ് കുഴക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/2 നാഴി, ഈ നാഴിയിൽ 1/2 നാഴി ഉഴുന്നാണ് എടുത്തത്. അതിപ്പോൾ 2 മണിക്കൂർ ഊറിയിട്ട് നല്ല പാകമായിട്ടുണ്ട്. കഴുകിയെടുത്ത് ഉഴുന്നാണ്. അത് ഞാനിപ്പോൾ അരയ്ക്കാൻ പോകുന്നു. ഇതിലേക്ക് 2 പച്ചമുളക്, ഉപ്പ്, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, കായപ്പൊടി, ഇത് 3 ചേർത്ത് ഞാൻ ഈ ഉഴുന്ന് അരയ്ക്കാൻ പോവാണ്. ഈ അരച്ച ഉഴുന്നിന് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ഇതൊന്ന് വേവിച്ചെടുക്കണം, ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനത് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കുന്നു. ഉഴുന്നിൻ്റെ കൂട്ടത് വേഗം വെച്ചിട്ടുണ്ട്. ഈ 2 കുഴക്കട്ടയ്ക്കും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 നാഴി പൊടിയാണ് എടുക്കുന്നത്. 1/2 നാഴി പൊടി. ഇതിൽ ഉപ്പ്, ഒരു പേരിന് ഉപ്പിടാണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് ഈ മാവ് കൊട്ടി കിണ്ടിയാലും മതി, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയാലും മതി. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയാൽ നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയും. അല്ലെങ്കിൽ 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുകയാണ്. അങ്ങനെയാണ് മാവ് കിണ്ടാൻ പോകുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പാകം. നമ്മുടെ ഉഴുന്ന് കുഴക്കട്ടയുടെ മാവും വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഉതിർത്ത് ഇടണം. ഉതിർത്ത് ഇട്ടിട്ട് ഒരു താളിപ്പുണ്ട് ഇതിലേക്ക്. ഈ താളിപ്പിലേക്ക്, ഉഴുന്ന് കുഴക്കട്ടയുടെ താളിപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് എണ്ണ ചൂടായ ഉടനെ കടുകിടുക. കടുക് പൊട്ടിയ ഉടനെ ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്,
ഒരു 3 വറ്റൽ മുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചുമക്കണം. ഇതൊന്ന് ചുമന്ന ഉടനെ നമ്മുടെ ഉഴുന്ന് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉഴുന്ന് വേവിച്ച് ഉതിർത്ത് വെച്ച ഉഴുന്നിലേക്ക് ഈ താളിപ്പ് കൊട്ടണം. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. താളിപ്പ്, തേങ്ങ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കൊഴക്കട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതുപോലെ നമ്മുടെ വെല്ലത്തിൻ്റെ കൂട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ വയ്ക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൈ തൊട്ടിട്ട് ഇത് ഈ ഷേപ്പിൽ ആക്കണം. എന്നിട്ട് ഇതിലേക്ക് ഈ കൂട്ട്, വെല്ലത്തിൻ്റെ കൂട്ടും ഉഴുന്ന കൂട്ടും ഈ കൂട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഈ ഷേപ്പിൽ കംപ്ലീറ്റ് മൂടണം. നമ്മുടെ ഇതിലേക്ക് വയ്ക്കുക. അതേപോലെ നമ്മുടെ ഉഴുന്ന് കൂട്ട് കുറച്ച് വെളിച്ചെണ്ണ തൊട്ട് ഒന്ന് ഷേപ്പാക്കണം. ഉഴുന്ന് കൂട്ട് ഇതിലേക്ക് വെക്കണം. ഇതിലേക്ക് വെച്ച് മൂടുക. നമുക്കിത് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഉരുണ്ട ഷേപ്പിൽ, നീള ഷേപ്പിൽ, അതല്ലെങ്കിൽ ഞാനൊരു കൊഴക്കട്ട മോൾഡിങ് മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഷേപ്പിൽ കൈ കൊണ്ടുവന്ന് ഷേപ്പാക്കുക. അതിലേക്ക് നമ്മൾ ഈ കൂട്ട് വയ്ക്കുക, മൂടുക. ഈ കൊഴക്കട്ടകൾ ഇതിലേക്ക് വേവിക്കാൻ വയ്ക്കുന്നു. നമ്മുടെ കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്.